വലിച്ചിട്ട് പറയുന്നൊരു കാര്യം, അതുപോലും ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ല ഈ സംഘികൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ എന്തൊരു വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ് നിങ്ങളുടേത്. ആരോ പറഞ്ഞു തന്നതിൻ്റെ പേരിൽ എന്തോ വന്ന് മെഴുകുകയാണ്. പറയുമ്പോൾ ഒരിത്തിരി ലോജിക്കെങ്കിലും വേണ്ടേ? ആ പയ്യൻ അല്ലെങ്കിൽ ഈ സഹോദരൻ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പറയുന്നത്, വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം. ആ രാഷ്ട്രീയത്തിനെ പേടിക്കുന്ന, ആ രാഷ്ട്രീയത്തിനോട് വിമുഖതയുള്ള, ആ രാഷ്ട്രീയത്തിനെ ശക്തമായി എതിർക്കുന്ന ആളുകളാണ് വേടനെതിരെ വലിയ അല്ലെങ്കിൽ അക്രമമായിട്ട് അഴിച്ചു വിട്ടുകൊണ്ട് മുന്നിലേക്ക് വരുന്നതെന്നാണ് സത്യം. അതല്ലേ? അയ്യങ്കാളിയും അംബേദ്കറും നമ്മുടെ സമൂഹത്തിലുള്ള ഈ കൊള്ളരുതായ്മകൾ, ജാതീയത എടുത്തു കളയാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ വേടൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ വേടനെതിരെ പരാതി വന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള വിഷയത്തിലാണ്. അതെല്ലാവർക്കും അറിയാം, നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കേസ് ഇപ്പോൾ വന്നതിൻ്റെ ചേതോപകാരം എന്താണ്? അത് ഒതുക്കാൻ വേണ്ടി തന്നെയല്ലേ? ഈ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വലിയ കമൻറ്റ് എഴുതുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ വേടൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും